ഹായ്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരുങ്ങിപ്പോകുന്നത് വേറെ എവിടെയല്ല, ആശുപത്രിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാനും അമ്മയും ഏട്ടനും അച്ഛനും കൂടിയാണ് കേട്ടോ പോകുന്നത്. കണ്ണൂർ കിംസിലാണ് കേട്ടോ. അച്ഛന് സൈഡിൽ ഭയങ്കര വേദന പറഞ്ഞപ്പോൾ ആശുപത്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് പറഞ്ഞത് കണ്ണൂർ കിംസിൽ പോയിക്കോന്ന്. എനിക്കാണെങ്കിൽ ആശുപത്രീൻ്റെ ഉള്ളിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ഒരു 8:45 ഒരു 8:15 ആയപ്പോഴത്തേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിലത്തെ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം പുറത്ത് തന്നെ നിന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരെ ക്യാൻറ്റീനിൽ പോയിട്ട് വളരെ ലൈറ്റായിട്ട് 2 വടിയും ചമ്മന്തിയും ചായയും കൂടി ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടനൊരു കോമഡി പറഞ്ഞിട്ട് നമ്മൾ ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ ബാക്കി മുഖമൊന്നും എടുക്കാത്തത് ഏട്ടനിങ്ങനെ പറയുമ്പോൾ ഞാൻ ഓരോരോ എക്സ്പ്രഷൻ ഇട്ട് തിന്നുന്നതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ചിരി വന്നിട്ട് വയ്യായിരുന്നു. ഞാൻ ചായ ഗ്ലാസ് വായിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ ആയിക്കോട്ടെ ഏട്ടോ കോമഡി അറിയാം. അപ്പോൾ എനിക്ക് ചായ കുടിക്കാനാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവസാനം ഞാൻ എനിക്കായിരുന്നു അത് കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അച്ഛനില്ലാത്തത് അച്ഛന് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അച്ഛന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ അച്ഛനെ കാണാത്തത്. അച്ഛൻ ആശുപത്രിയിലുണ്ട്. അങ്ങനത്തെ ഈ ആശുപത്രിയിലൊക്കെ കാണിച്ചു, ഡോക്ടറെ കണ്ടു. ഇപ്പം വയറിൻ്റെ സൈഡിൽ ചെറുങ്ങനെ വീങ്ങിയിട്ടുണ്ട്, അതാണ് കേട്ടോ പ്രശ്നം. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്, കാരണം ഇതിൻ്റെ യോക്ക് പോർഷനിലൊക്കെ നല്ലൊരു വർക്കൊക്കെ വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇടാനും നല്ല സുഖമാണ്. പിന്നെ ഇത് നമ്മൾ എല്ലാവരും ഓരോരോ നെയ്റോസ്റ്റൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഇത് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല വരുന്ന വഴിയൊന്നും. പിന്നെ വരുന്നേക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് എത്തിയോണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി വൈകുന്നേരമായിരുന്നു കേട്ടോ പിന്നെ എണീച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അമ്മേനെ സഹായിക്കുന്നതാണ് കേട്ടോ. എനിക്കതൊക്കെ ചെറിയ ശ്വാസം മുട്ടുള്ളതുകൊണ്ട് തന്നെ മാസ്കൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഈ മുറ്റമല്ല അടിച്ചു വരുന്നത്, മുറ്റത്തിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടാവില്ലേ, എന്താ പറയുക, ചെടിയൊക്കെ നടന്ന്. അപ്പോൾ ആ ഭാഗത്ത് നന്നായിട്ട് തന്നെ ചപ്പ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ച് വാരി അമ്മേനെ സഹായിക്കാൻ കേട്ടോ. പിന്നെ തേടിയിട്ടുള്ള വീണ്ടും കാണാം. തെറ്റാ.